സുബ്രഹ്മണ്യ ഭഗവാനെ സ്കന്ദഷഷ്ഠി ആചരിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ആരണ്യഷഷ്ഠിയും. ഇടവമാസത്തിലെ വെളുത്തപക്ഷ ഷഷ്ഠിയാണ് ഈ ദിനം വരുന്നത്. 6 ദിവസത്തെ ആചാരമാണ് സാധാരണ ഷഷ്ഠിവ്രതം. പുലരും മുൻപേ എണീറ്റ് കുളിച്ച് സുബ്രഹ്മണ്യനെ പൂജ ചെയ്ത് ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കണം. അരിയാഹാരം പതിവില്ല. പാൽ, ജലം, പഴം എന്നിവയാകാം. അങ്ങനെ സാധിക്കാത്തവർക്ക് ഷഷ്ഠി ദിനത്തിൻ്റെ തലേന്ന് വ്രതമെടുക്കാവുന്നതാണ്. എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത് എന്ന് പറയാം. പൂർണ്ണ വ്രതശുദ്ധി പാലിച്ച് രാത്രി ഒരിക്കൽ ആചരിച്ച് വെറും നിലത്ത് കിടന്നുറങ്ങി പിറ്റേന്ന് ഷഷ്ഠി ദിനത്തിൽ അതിരാവിലെ കുളിച്ച് ഗ്രഹത്തിൽ നിലവിളക്ക് തെളിച്ച് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കണം. ഓം ശരവണ ഭവ എന്ന മന്ത്രം 21 തവണ ജപിക്കുന്നതും സുബ്രഹ്മണ്യ ഭുജംഗം, സ്കന്ദഷഷ്ഠി കവചം, സുബ്രഹ്മണ്യ കീർത്തനം, നാമങ്ങൾ ഇവ ജപിക്കുന്നതും ഉത്തമമാണ്. ഷഷ്ഠി ദിവസം ഉപവാസമാണ് ഉത്തമം. ആരോഗ്യപരമായി സാധിക്കാത്തവർക്ക് പഴങ്ങൾ, പാൽ, ഗോതമ്പ് ഭക്ഷണം, ജലം ഇവ കഴിക്കാവുന്നതാണ്. വ്രത ദിവസവും തലേ ദിവസവും പകലുറക്കം പാടില്ല. സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ മുടക്കേണ്ട ആവശ്യമില്ല. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നേദിച്ച പടച്ചോറും കഴിച്ചാണ് സാധാരണയായി ഷഷ്ഠിവ്രതം പൂർത്തിയാക്കാറുള്ളത്. എന്നാൽ ഈ പ്രാവശ്യം ക്ഷേത്ര ദർശനം സാധിക്കാത്ത സാഹചര്യത്തിൽ വ്രതം പൂർത്തിയാക്കുന്ന സമയം ഭവനത്തിൽ നിവേദ്യം തയ്യാറാക്കി ഗണപതിക്ക് സങ്കല്പിച്ച് നേദിച്ച ശേഷം ഭക്ഷണം കഴിക്കാവുന്നതാണ്. ബാക്കി വരികയാണെങ്കിൽ ഈ നേദ്യം വൃത്തിഹീനമായതോ അശുദ്ധമായ സ്ഥലമോ അല്ലാതെ മറ്റെവിടെയെങ്കിലും വേണമെങ്കിൽ നിക്ഷേപിക്കാം. സന്താന സൗഖ്യം, സന്താന ഭാഗ്യം, സർപ്പദോഷ ശാന്തി, ത്വക്ക് രോഗശാന്തി എന്നിവയ്ക്ക് ഈ വ്രതാനുഷ്ഠാനം വളരെ ഉത്തമമാണ്.